ഹലോ കൂട്ടുകാരെ, നമുക്കിന്ന് ഓസ്ട്രേലിയയിലെ ഫാസ്റ്റ് ഫുഡ് കാണാം. ഫാസ്റ്റ് ഫുഡ് നല്ല രുചികരമായ ഫാസ്റ്റ് ഫുഡ്. കോൺഫ്ലേക്ക് നല്ലതാണ്, പപ്പടം പൊള്ളിച്ചോലിരിക്കും. ഇത് പാലിൻ്റെ അകത്തിട്ട് പഞ്ചസാരയൊക്കെ ഇട്ട് ഇളക്കി കഴിക്കാൻ നല്ലതാണ്. ബ്ലൂബെറിയൊക്കെ ഇട്ട നല്ല ടേസ്റ്റാണ്. നമ്മുടെ കേരളത്തിൽ ഞാൻ കണ്ടിട്ടില്ല, നിങ്ങൾ കണ്ടിട്ടുണ്ടോ കൂട്ടുകാരെ? രാവിലെ ഇത് കഴിച്ചാൽ നല്ല എനർജിയാണ്. പ്രായം ചെന്നവർക്കൊക്കെ കഴിക്കാൻ നല്ലതാണ്. ഇത് ബ്ലൂബെറി, നല്ല മുന്തിരിങ്ങ പോലെ. ബ്ലൂബെറി ഉണ്ട്, ബ്ലാക്ക് ബെറി ഉണ്ട്, ഇങ്ങനെ രണ്ട് സൈസ് ഉണ്ട്. ഇത് തേൻ കട്ട, നല്ല ടേസ്റ്റ് മധുരമുള്ള തേൻ കട്ട, റാഗലോട് കൂടിയുള്ള തേൻ കട്ട കണ്ടോ? നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ ഇല്ലെന്നാണ് തോന്നുന്നത്. ഇത് ഇവിടെ സൂപ്പർ മാർക്കറ്റിൽ കിട്ടുന്നതാണ്. അപ്പോഴേ കഴിക്കാം. നല്ല ടേസ്റ്റാണ്. നല്ല പൂമ്പൊടിയുടെ മണവും രുചിയും എല്ലാം ഉള്ളു. നല്ല മധുരമാണ്. നമ്മൾ വീട്ടിലുണ്ടാക്കി കഴിക്കുന്ന തേനില്ലേ, അതുപോലെ തന്നെ. ഇത് കണ്ടാൽ തന്നെ വായിൽ വെള്ളം മൂറും കേട്ടോ. ഒരു സ്പൂൺ അങ്ങ് എടുത്ത് കഴിച്ചാൽ നല്ല ടേസ്റ്റ്, നല്ല മധുരം. ഇതാണ് ഒറിജിനൽ തേൻ, നല്ല ശുദ്ധമായ തേൻ. കണ്ടോ, ഹണി കോംബ് എന്ന് പറഞ്ഞു. ഇത് പിള്ളേർക്ക് കൊടുക്കുന്ന ഇത് യോഗർട്ട്, വെറൈറ്റി യോഗർട്ട്, നല്ല തൈര് മധുരമുള്ളത്. ബ്ലൂബെറി പിള്ളേർക്ക് കൊടുക്കാനും നല്ലതാണ്. കണ്ടോ, ബ്ലൂബെറിയൊക്കെ ഇട്ട് സ്ട്രോബെറിയൊക്കെ ഇട്ട് നല്ലപോലെ പാലൊക്കെ ഒഴിച്ച് ഇത് കഴിക്കാം. പാലിൻ്റെ അകത്തോട്ട് ഇടുമ്പോഴേ ഇത് അലുത്തു പോകും. നല്ല ക്രിസ്പിയാണ്, വെറുതെ തിന്നാം. രാവിലെ പെട്ടെന്ന് വേറെ ഒന്നും ഉണ്ടാക്കാൻ സമയമില്ലെങ്കിൽ ഇത് എടുത്ത് പാലിൻ്റെ അകത്തിട്ട് പഞ്ചസാര ഇട്ട് കഴിച്ചിട്ട് പോകാം. ഇത് ബർഗർ ഉണ്ടോ? ബർഗർ നല്ല ടേസ്റ്റാണ്. ബർഗർ ആർ ബെറ്റർ. ഇത് ചിക്കൻ ഫ്രൈ, ചിക്കൻ പൊള്ളിച്ചത്, മാവിൽ മുക്കി പൊള്ളിച്ച്. പൊട്ടറ്റോ ചിപ്സ്, പൊട്ടറ്റോ ചിപ്സിന് നല്ല രുചിയാണ്, നല്ല ക്രിസ്പിയാണ്. ഈ വെറൈറ്റി യോഗട്ട് നല്ലതാണ്.
സ്ട്രോബെറിയൊക്കെ കൂട്ടി മധുരം ചെറുമധുരമുണ്ട്. ഇങ്ങനെ പാക്ക് ചെയ്ത് കിട്ടും. വാനിലയുടെയാണ്. ഓരോ ടബിൻ്റെ അകത്ത് നിറച്ചേക്കുവാണ്. അത് ഓരോ പാത്രത്തിലെടുത്ത് നമുക്ക് കഴിക്കാം. ഇത് സ്നാക്ക് ഉണ്ടോ? 2 തരത്തിലുള്ള സ്നാക്കുണ്ട്. ഇതും പപ്പടം പൊള്ളിച്ചോലിക്കും നല്ല ടേസ്റ്റാണ്. ഇത് 2 സൈസിലുള്ള സ്നാക്കുണ്ട്. ഇതാണ് പപ്പടം പൊള്ളിച്ചോല കൊണ്ട് നല്ല ടേസ്റ്റാണ്. ഇത് നമ്മുടെ കേരളത്തിലുണ്ടെന്ന് തോന്നുന്നു അല്ലേ കൂട്ടുകാരെ? ഇതും നേരിട്ട് കഴിക്കാം. റെഡി ടു സെർവ് ഉണ്ടോ? കഴിക്കാൻ റെഡിയാണ്. നല്ല രുചിയും മധുരമുള്ളതാണ്. ഇതൊരു ക്രീം നല്ല റൊട്ടിയിലൊക്കെ ചേർത്ത് കഴിക്കാം. ഓസ്ട്രേലിയയിൽ ഉണ്ടാക്കുന്നതാണ് ഇതൊക്കെ. പരിശുദ്ധമായ ക്രീമാണ്. വീറ്റ് ഫിക്സ് പ്രായം ചെന്നവർക്കൊക്കെ പെട്ടെന്ന് കഴിക്കാം. ഓസ്ട്രേലിയ ഉണ്ടാക്കുന്ന സാധനമാണ്. നല്ല പ്രൊഡക്റ്റാണിത് ഓസ്ട്രേലിയയിൽ. ഇവിടെ എല്ലാ ഭക്ഷണത്തിലും സ്ട്രോബെറി ഉണ്ട്. ഇത് ഓട്സ് പോലെയാണ്. ഗോതമ്പ് കൊണ്ടുണ്ടാക്കുന്നു. ഇത് നല്ല ക്രിസ്പിയാണ്. നല്ല രസമുണ്ട്. ഇത് തിന്നാൻ നല്ല ടേസ്റ്റാണേ. ഇത് വാനില കൊണ്ട് ഉണ്ടാക്കുന്നു. ഉണ്ടോ? വാഫേഴ്സ് എന്നുണ്ട് പേര്.
ഇത് ഓട്സ് പോലെയുള്ള രാവിലെ ഒരു സ്പൂൺ പാലിൽ ചേർത്ത് കഴിക്കാം. പ്രായം ചെന്നവർക്കൊക്കെ കഴിക്കാൻ നല്ല ബെസ്റ്റാണ്. ഓസ്ട്രേലിയ എന്ന് എഴുതിയിരിക്കുന്നത് ഓസ്ട്രേലിയ ഉണ്ടാക്കിയതാണ്. അങ്ങനെ ധാരാളം ഫാസ്റ്റ് ഫുഡുണ്ട് ഓസ്ട്രേലിയയിൽ. നമ്മളെല്ലാം വീട്ടിലുണ്ടാക്കി കഴിക്കും. ഇംഗ്ലീഷുകാർ ഇങ്ങനെയാണ് മേടിച്ച് പെട്ടെന്ന് കഴിക്കുന്ന ഭക്ഷണം കഴിക്കുന്നത്. ഇത് ചിക്കൻ നൂഡിൽസൊക്കെ വളരെ എളുപ്പം ഉണ്ടാക്കാം. ചിക്കൻ നൂഡിൽസ് ഒരു വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് അതതിൻ്റെ തീയിട്ട് അങ്ങനെ ഉണ്ടാക്കാം. പെട്ടെന്ന് ഉണ്ടാക്കുക. ഇത് ചിക്കൻ നൂഡിൽസ് ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് തിളപ്പിച്ചിട്ട് ഇത് അതിൻ്റെ തൊട്ടിട്ട് ഇളക്കുക. അപ്പോൾ ചിക്കൻ നൂഡിൽസ് ആവും. നമ്മൾ കേരളത്തിൽ നൂഡിൽസ് ഉണ്ടാക്കുന്ന പോലെ തന്നെ. സൂപ്പാണ്, നല്ല ടേസ്റ്റ്. സൂപ്പിൻ്റെ രുചി. ഇത് കഴിച്ചാൽ പിന്നെയും കഴിക്കാൻ തോന്നുന്നത് പോലെയാണ് ചിക്കൻ സൂപ്പ്. പിള്ളേർ നാട്ടിൽ വന്നപ്പോൾ ഇതൊക്കെ മേടിച്ചുകൊണ്ട് വന്നു, ചിക്കൻ സൂപ്പും. ഇത് ലിക്വിഡ് രൂപത്തിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ ഭക്ഷണമൊക്കെ വലിയ രൂപത്തിലുള്ള ഭക്ഷണം കഴിക്കുന്ന പ്രായം ചെന്നവർക്ക് ഇത് കഴിക്കാം. ഇതിൻ്റെ സ്ട്രോയും ഉണ്ട്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പകരം കഴിക്കുന്നതാണ്. നല്ല എനർജി കിട്ടുന്നു. വാനില ചേർത്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഇവിടെ പറയുന്ന ഡോണക്ക്, ആസ്ട്രേലിയയിൽ പറയുന്ന ഡോണക്ക്. അത് ഞാൻ പറയുന്നതന്നെ നമ്മുടെ കേരളത്തിലെ ഉഴുന്നുവടി ഉണ്ടാക്കി പഞ്ചസാര മുക്കിയെന്ന് ഞാൻ പറയുന്നു. പഞ്ചസാര തരിയിൽ മുക്കിയാൽ പഞ്ചസാര പൊടിച്ച അത് മുക്കിയാൽ അത് ഇരിക്കുന്നു കണ്ടോ. ഉഴുന്നുവട ഇവിടെ പറയുന്ന ഡോണക്ക്. ഉഴുന്നുവടയുടെ ടേസ്റ്റ് അല്ല കേട്ടോ, ഇതിന് നല്ല മധുരമുണ്ട്, രുചിയുണ്ട്, നല്ല ടേസ്റ്റാണ്. ഇത് ചിക്കൻ പൊള്ളിച്ച് നല്ല ക്രിസ്പിയാണ്. തക്കാളി സോസ് കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ്. ഇത് പിസ്സ.
പിസ്സ ഇവിടെ ധാരാളമുണ്ട്. ഇത് പൊട്ടറ്റോ ചിപ്സ്, ഇത് ബർഗർ, ഇതാണ് KFC, ചിക്കൻ ഫ്രൈ, ഫ്രൈഡ് ചിക്കൻ കണ്ടോ, നമ്മുടെ കേരളത്തിലുള്ള സൈസ്. കേരളത്തിലുള്ളതാണെങ്കിൽ ഞാനിവിടെ വന്നപ്പോഴാണ് ആദ്യം കഴിക്കുന്നത്. KFC അങ്ങനെ ഇത് കഴിച്ചു. ഓസ്ട്രേലിയ ഇംഗ്ലീഷുകാരെല്ലാം കഴിക്കുന്ന ഫാസ്റ്റ് ഫുഡാണ്. നമ്മൾ വീട്ടിൽ കപ്പയും ചോറും എല്ലാം അപ്പവും ദോശയൊക്കെ ഉണ്ടാക്കി കഴിക്കും, അവരിത് കഴിക്കും. അവർ ചോറൊന്നും കഴിക്കില്ല, നമ്മൾ ചോറൊക്കെ എപ്പോഴും വേണ്ടേ. ചിക്കൻ പല സൈസായിട്ട് ഉണ്ടാക്കി വെച്ചേക്കുവാണ് കേട്ടോ. എടുത്ത് തിന്നാൽ മതി. നല്ല മാവി മുക്കി പൊള്ളിച്ച് പൊരിച്ച് വെച്ചേക്കുകയാണ്. എന്തോ സോസൊക്കെ ഉണ്ട്, എല്ലാം കൂട്ടി കഴിക്കാം. ഫ്രൈഡ് ചിക്കൻ, KFC. ഇനി മീൻ പൊള്ളിച്ചൊക്കെ കാണാം. മോൻ പോയി മേടിച്ചോണ്ട് വരികയാണേ. ഇതാണ് മീൻ പൊള്ളിച്ചത്, നല്ല ടേസ്റ്റുള്ള മീൻ പൊള്ളിച്ചു. അതിൻ്റെ അകത്ത് മീൻ വെച്ച് പൊള്ളിച്ചു. എല്ലായിടത്തും ഉണ്ട് പൊട്ടറ്റോ ചിപ്സ്. ഇതാണ് മീൻ പൊള്ളിച്ചു, കണ്ടോ. കണ്ട മീൻ പൊള്ളിച്ചാന്ന് തോന്നുകയില്ല, തിന്ന് കഴിയുമ്പോഴേ അതിൻ്റെ ടേസ്റ്റ് അറിയുള്ളൂ. എല്ലാവരുടെ കടൽ തീരി തിന്നുകയാണ്. ഇതാണ് മത്തി വെള്ളത്തിയിട്ട് വെച്ച് നാരങ്ങയും കുരുമുളകും മല്ലിയിലയും പുതിനയിലും എല്ലാം കൂട്ടി പാചകം ചെയ്ത് പെട്ടെന്ന് കഴിക്കാം. ഒമേഗ 3 ധാരാളമുള്ളതാണ്. നല്ല പ്രോട്ടീനുണ്ട്, ഒമേഗ 3 ഉണ്ട്. ഇത് ബീഫ് ഉണ്ടാക്കി വെച്ചേക്കുന്ന സ്പ്രിങ് പോലെ, നമ്മുടെ നൂഡിൽസ് പോലെ കേരളത്തിൽ കണ്ടോ. കണ്ടോ, ഇവിടെ ഇംഗ്ലീഷുകാർ 1 വയസ്സ് കഴിഞ്ഞ പിള്ളേർക്കൊക്കെ ഇത് ഉണ്ടാക്കി കൊടുക്കും, പാചകം ചെയ്ത് കൊടുക്കും. പെട്ടെന്ന് പാചകം ചെയ്യാൻ പറ്റും. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.